ബാബാജിയുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ? ജെന്യുവിൻലി പേടിച്ചതായിട്ടോ അല്ലെങ്കിൽ സ്കേഡായിട്ടുള്ള എന്തെങ്കിലും കേസസ് ഇതുവരെയും ഭയങ്കര? എനിക്ക് ഞാൻ ഈ പ്രോസസ്സിലോട്ടൊക്കെ വരുന്ന ഒരു സ്പിരിച്വൽ കാര്യങ്ങളോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങുമ്പോൾ 2 മണി 3 മണിയൊക്കെയാവും. ഈ കിടക്കുന്ന സമയത്ത് ഭയങ്കര അലർച്ച കേൾക്കും, ഒരു സ്ത്രീയുടെയും ഒരു പെൺകുട്ടിയുടെയും. അപ്പം എൻ്റെ വിചാരം ആരോ അയൽവക്കത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, ഒച്ചയിൽ സംസാരിക്കുന്നുണ്ട് എന്ന ചിന്ത. അപ്പം ഞാനിതിങ്ങനെ കുറേ നാൾ, 1 മാസത്തോളം പുറത്തേക്ക് ഇറങ്ങുന്നു, നോക്കുന്നു, ടെറസിൻ്റെ മുകളിൽ കിടന്ന് ചുറ്റും നോക്കുന്നു, അയൽവക്കത്താണെന്ന് ചെയ്തു ഓർക്കുന്നില്ല. വന്ന് കിടക്കുമ്പോൾ നിലത്ത് കിടക്കുമ്പോഴാണ് ഈ ഒച്ച. അപ്പം എനിക്കിത് മനസ്സിലായെന്നു. പിന്നെ ഞാൻ പാനിക്കാവാൻ തുടങ്ങി, ടെൻഷൻ അടിക്കാൻ തുടങ്ങി. പിന്നെയും കൂടുതൽ ഡീപ്പായിട്ട് ഇരിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ സോൾ പ്രസൻസ് ഉണ്ട്. 2 ആത്മാക്കൾ വന്നിരുന്ന് അവരുടെ മരണത്തിന് തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ്, അവർ അമ്മയും മകളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സംസാരമാണ് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം അവർ മരിക്കുന്ന അവസ്ഥ, ഈ മരിക്കുന്ന സമയത്ത് തീ കൊളുത്തിട്ട് എന്തോ ആണ് അവർ മരിക്കുന്നത്. ഈ മരിക്കുന്ന സമയത്ത് അമ്മയും മകളും കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു 3-3.5 മണിക്കൂറിലെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വീക്കിൽ 2-3 വട്ടം ഞാൻ സാധനം കേൾക്കും. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മോക്ഷം ലഭിച്ചിട്ടില്ല. ഇവർക്ക് വേറെ ആരുമില്ലാത്ത സാധാരണ ഫാമിലി ആയിരുന്നു അവർ. അപ്പോൾ പല ആത്മാക്കളും നമ്മളെ കാണാൻ വേണ്ടി വരുമ്പോഴോ സംസാരിക്കുമ്പോഴോ എല്ലാം അവരുടെ നീഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടോ വീട്ടുകാരോടോ ഇത് പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതേ നിങ്ങളുടെ വീട്ടിൽ ഇന്നൊരാൾക്കും മോക്ഷം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആത്മാവ് ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്പിരിച്വൽ ആളുകൾ ഇവർ തേടും. ഈ സമയത്താണ് ഇത് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറയണം എന്നാൽ ശരി സംസാരിക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ആത്മാവിൻ്റെ വീട്ടുകാർ ആരെങ്കിലും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന ഇഷ്യൂ ആണ്, നമ്മളിങ്ങനെ വന്നു എന്നൊന്നും പറയുന്നില്ല, ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അങ്ങനത്തെ അവസ്ഥകൾ. ഇങ്ങനെ വരും കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു പോയ. അതായത് പലപ്പോഴും ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ആലുവ ശിവക്ഷേത്രമില്ലേ, ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ആത്മാക്കളുടെ എണ്ണം കണ്ടാൽ. അത്രത്തോളം ആത്മാക്കൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നമുക്കവിടെ കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായമായ ആളുകൾ എല്ലാവരും നിലവിളിച്ച് ഭഗവാനെന്ന് വിളിച്ച് ആ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സോൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നൊരു വീഡിയോ, ഒരു 5 സോള് ഒരുമിച്ച് പോണ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മനസ്സിന് ധൈര്യമില്ലാത്തതോ അതല്ലെങ്കിൽ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ഭയങ്കരമായിട്ട് പാനിക്കാവും ഈ സമയത്ത്. ഇനി രാത്രി സമയത്ത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ, എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് വളരെ ലിറ്ററലി നമ്മുടെ 2 സംസാരം കേൾക്കും. റോജിന് എന്താ പ്രശ്നം, ശരി, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനാണ്. ഇനി എന്താണ് നമ്മുടെ പ്രശ്നം പറയും, പ്രോബ്ലം പറയും, സംസാരിക്കാൻ വരും, നമുക്ക് കൃത്യം സൊല്യൂഷൻ കിട്ടും. അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും സ്പിരിച്വൽ എനർജീസ് മാത്രമല്ല, ഈ പറയുന്ന എനർജീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ മരിച്ചുപോയ ആത്മാക്കൾ, പൂർവികർ, പലപ്പോഴും പല മക്കളുടെയും മരിച്ചുപോയ പാരൻസ് ഒന്ന് സംസാരിക്കാൻ വരാറുണ്ട്. ഇനി ഇതിന് മുമ്പൊരു കേസ് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടിയുടെ ഭർത്താവ് അല്ല, ഈ പെൺകുട്ടി വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രോബ്ലമാണ്, ഭർത്താവുമായിട്ട് സ്നേഹത്തിലല്ല, ഭർത്താവ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കാണുന്നു. ശരി, ഞാൻ ചോദിച്ചത് ഇത് അച്ഛൻ എന്ത് പറ്റി? അല്ല, അച്ഛൻ വീട്ടിൽ മരിച്ചു കിടന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, അച്ഛൻ മരിച്ചു കിടന്നതല്ല, ഇത് കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കുന്നത്? കൊലപാതകം അല്ല. ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ടോ അടുത്തെന്ന് ചോദിച്ചു. ശരി, കുഞ്ഞതൊക്കെ കാണാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിലോട്ട് ചെറിയ ഒരു സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുക, അത്രേ ഉള്ളൂ. ആ കുഞ്ഞ് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. സംസാരിക്കാൻ കുഞ്ഞിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. കുഞ്ഞിനോട് പോയി ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻ കരഞ്ഞു. അതായത് ഈ പറയുന്ന അച്ഛൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. അത് മീൻസ് അതൊരു മർഡറായിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ശാപമാണ്. ഞാൻ പറഞ്ഞു മോളെ സ്വന്തം വീട്ടിലോട്ട് പൊക്കോ, അടുത്ത് തന്നെ
പറയുന്നുണ്ട് ഒന്നും വിഷമം വിചാരിക്കരുത്. ഭർത്താവ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റെന്നാന്ന് നമ്മൾ പറയില്ല, ഉൾക്കൊള്ളുന്നില്ല, ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ട്, എന്തോ പിടിവലിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ അപകടപ്രദം സംഭവിക്കും. മോള് ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടി പുള്ളി ഈ പറയുന്ന ഭർത്താവിന് ബിഹേവിയർ ഇഷ്യൂ വന്നത് ഇപ്പോൾ കുറച്ച് മാസങ്ങളിലായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മാസങ്ങളായിട്ടുള്ളൂ. അച്ഛൻ മരിച്ചതിന് ശേഷമല്ലേ വന്നത്. അതെ, അതിൻ്റെ അർത്ഥം മോളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. ഇറങ്ങിക്കോളാൻ പറയുന്ന സിഗ്നലാണ് തന്നെ. അതുകൊണ്ട് ഇറങ്ങിക്കോ, ഇറങ്ങി വീട്ടിൽ പോയി നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കൊണ്ട് ആ പയ്യനെന്താ ആക്സിഡൻ്റ് ആയി. ആ പയ്യനെന്താ ആക്സിഡൻ്റ് ആയി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ടൊക്കെ പോയി. ഇതാണ് സംഭവിക്കുന്നത്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു ടൈമുണ്ട്. ഈ ടൈമിനുള്ളിൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ശാപം നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ എനർജിയാണ്. നമ്മുടെ ജീവൻ, പ്രാണൻ എന്ന് വിളിക്കുന്ന നമ്മുടെ എനർജി സ്പിരിച്വലാണ്. ഇത് ഈശ്വരനാണ്. ഉള്ളിലുള്ള എനർജി ഈശ്വരനാണ്. ആ ഈശ്വരനാണ് നമുക്കൊരു ശരീരം തന്ന് ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരു ആത്മാവിന് വേർപെട്ട് പോകാനുള്ള ഒരു ക്രിയകളോ ഒരു പ്രവർത്തനങ്ങളോ നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശമാണ്. എന്നാണോ നിങ്ങളുടെ കൂടെയുള്ള സ്പിരിച്വൽ എനർജീസ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനാവട്ടെ ആരും ആവട്ടെ, എന്നാണോ സാന്നിധ്യം മാറുന്ന അന്ന് മുതൽ നിങ്ങളത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സഹായിക്കാൻ വരുന്നത് പല തരത്തിലുള്ള എനർജീസും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാതെ എങ്ങനെയാണ് നെഗറ്റീവായ എനർജികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ്? അപ്പം എന്താണെന്ന് നമ്മുടെ ചോദ്യം. ഈ നെഗറ്റീവായ എനർജികളെ സൃഷ്ടിച്ചാരാ? ഭഗവാൻ. ഭഗവാൻ. അതിനെന്തായിരിക്കും കാരണം? ആ സൃഷ്ടിയുടെ പിന്നിലുള്ള രഹസ്യം. ഭക്തിമാർഗത്തിലോട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ എനർജികളുടെ സാന്നിധ്യം വേണം. നിങ്ങളെ പേടിപ്പിച്ച് വിറപ്പിച്ച് ടെൻഷൻ അടിപ്പിച്ച് നിങ്ങളുടെ ലൈഫിനെ കുളം തോണ്ടി അവസാനം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ നിങ്ങൾ അവസാനത്തെ അഭയത്തിനായി പോകുന്നത് ഭഗവാന്റെ അടുത്തായിരിക്കും. ആ യാത്ര, ആ പോക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കും പോകുന്നത്, സ്നേഹത്തോടെ ആയിരിക്കും പോകുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ നെഗറ്റീവായ എനർജികളും സൃഷ്ടി നടത്തിയത് ഈശ്വരനാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അടുത്തോട്ട് ഓരോ ആത്മാക്കളും എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ ഒരു നിമിഷം പോലെ ഇതിനെല്ലാം എടുത്ത് കളയും. എന്തുകൊണ്ട്? ഇതുവരെ നമ്മൾ ഈ ഭൂമി ഉള്ള സമയം വരെ ഇതുവരെ എടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ. അത് കളയില്ല. ഈ ആത്മാക്കളും നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു ശരീരത്തിനും എപ്പോൾ വേണമെങ്കിലും ഏതൊരു സോൾ പ്രസൻസുകളും വരാം. എന്താണ് ആത്മാവ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ആത്മാവെന്ന് വിളിക്കുന്നത് ഒരു ബോധമാണ്. എല്ലാം അറിയാവുന്ന, എന്തും ചെയ്യാൻ സാധിക്കുന്ന, ശരീരത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അദൃശ്യമാക്കാൻ പറ്റുന്ന, ഒരു ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോധമാണ്. ഈ ഒരു ബോധത്തെയാണ് നമ്മുടെ ഉള്ളിലും ഈ ബോധമുണ്ട്. അതിനെ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നു. അപ്പുറത്തിരിക്കുന്ന ആത്മാവ് എന്ന് വിളിക്കുന്ന വസ്തുവിന് ശരീരമില്ല. ഇത്രേ പ്രത്യേകതയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്ര വലിയ സംഭവം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് ശരീരമുണ്ട്, അവർക്ക് ശരീരമില്ല. ചില ആത്മാക്കൾ ഇവിടുന്ന് മോക്ഷം കിട്ടിപ്പോവും. മോക്ഷം കിട്ടുക എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരണസമയത്തോ മരണത്തിന് ശേഷമോ സ്പിരിച്വലായ എനർജി, പോസിറ്റീവായ എനർജി ഒരു ശരീരത്തിലോട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഭഗവാനിലോട്ട് പോകണമെന്ന ചിന്ത നമുക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം ഇവിടെ ആരും ഭഗവാനിലോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നില്ല. ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ള മനോഭാവം വരുന്നത്. ഇത് തന്നെയായിരിക്കണം ആത്മാവിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതും മരണശേഷം ആ ബോധത്തിന് സ്പിരിച്വലായിട്ടുള്ള എനർജി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഈ ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഈ എനർജി തീരുമാനിക്കുന്നത്, ഓക്കെ ഞാൻ ഇവരിൽ നിന്നെല്ലാം വിട്ടു, ഇനി ഭഗവാനോട്ട് മോക്ഷത്തിലോട്ട് അടുത്ത ജന്മത്തിലോട്ടോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ആത്മാക്കൾ അവിടെ തന്നെ നിൽക്കും. സ്വന്തം പാരൻസിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളവും കൊടുക്കാതെ, അവരുടെ ഒരു കാര്യങ്ങൾ നോക്കാതെ അവരെ മരണത്തിലോട്ട് തള്ളിവിട്ട പാരൻസ് അല്ല മക്കളാണോ, ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഇത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെയല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങളെ ഒരു വലിയ നിലയിലെത്തിക്കും. ഫസ്റ്റ് പണം തരും, നല്ല ഫാമിലി തരും, നല്ല മക്കളെ തരും. എന്നിട്ട് നിങ്ങളെ ദ്രോഹിച്ച ആത്മാക്കൾ വളർത്തി ഇങ്ങനെ കൊണ്ടു നിർത്തും. ദാറ്റ് മീൻസ് ടോട്ടൽ നിങ്ങളെ നല്ല എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനാക്കി മാറ്റും. എന്നിട്ട് അവിടെ നിങ്ങൾ താഴത്തോട്ടങ്ങ് വിടും. താഴെ വന്ന് വീഴും. ഈ വീഴുന്ന സമയത്ത് നിങ്ങൾ അത്രയും നാൾ ഞാനെന്ന ബോധം ഉണ്ടായിരുന്ന നിങ്ങളുടെ ഭാര്യ, മക്കൾ തുടങ്ങിയിട്ട് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും ക്ഷയിച്ചായിരിക്കും നിങ്ങൾ വീഴുന്നത്. പല ആളുകളും പലപ്പോഴും ഒന്ന് ചോദിക്കാറുണ്ട്, സാറേ എന്നെ പറ്റിച്ച് ഇത്രയും ചതിച്ചു പോയ ആ മനുഷ്യൻ ഇപ്പോഴും നല്ല നിലയിലാണല്ലോ ജീവിക്കുന്നത്, അതെന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേദന വരുന്നത്. ഇപ്പം ടിൻഡു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിരൽ പോവുകയോ ഒരു കൈ പോവുകയോ ടിൻഡുവിന് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ എന്ത്, ഒരു കൈ പോയാൽ ഒന്നുമില്ല. ടിൻഡുവിന് വേണ്ടപ്പെട്ട ഒന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് കൈ പോകുന്ന പോലെ ആയിരിക്കില്ല.
മൊത്തം നഷ്ടപ്പെട്ടു പോകും. അത് ചിലപ്പോൾ കാറാവാം, ബാങ്ക് ബാലൻസ് ആവാം, ആരോഗ്യമാവാം, ചിലപ്പോൾ മകളാവാം, ഭർത്താവാം, ആര് വേണമെങ്കിലും ആവാം. അത് പോകുന്ന പോലെയല്ല ഇത് പോകുന്നത്. നമ്മുടെ ഒരു ദുഷ്ടനായ ഒരു വ്യക്തിക്ക് എന്ത് നഷ്ടപ്പെടുമ്പോഴാണ് വേദന വന്നെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ശരീരത്തിൽ അവനോ ആയിരിക്കില്ല തട്ട് കൊടുക്കുന്നത്, അവൻ്റെ വീട്ടിലായിരിക്കും, അവൻ്റെ മക്കളിലായിരിക്കും, അവൻ്റെ ഭാര്യയിലായിരിക്കും തുടങ്ങിയിട്ട്. ഇത് അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കാണുന്ന പോലെ അല്ല. അതായത് ആ വ്യക്തി, നിങ്ങളെ ഒരാൾ ചതിച്ചു, ആ ചതിച്ച വ്യക്തി നശിച്ച് ഇല്ലാണ്ടായി ഒരു പിച്ചക്കാരനെ പോലെ ഭിക്ഷപാത്രം എടുത്ത് നടക്കുന്ന കൺസെപ്റ്റ് അല്ല ഇവിടെ വർക്കൗട്ട് ആവുന്നത്. തിരിച്ച് അവൻ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ ചതിച്ചത്, പണത്തിന് വേണ്ടിയിട്ട്, ആ പണം നാളെ ഒരിക്കലും അവനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ മക്കളിലൂടെ അവനെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അവനെ കൊണ്ട് എത്തിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പം തന്നെ വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. പല ആളുടെ കൺസേണാണ് പറയുന്നത്. അതപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, അതായത് ഒരു പേഴ്സൻ്റെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാൻ മറ്റൊരു പേഴ്സണ് സാധിക്കും എന്ന് പറയുന്നത് അത് ശരിക്കും ഉള്ളതാണോ? ശരി, അമ്മ അനുഗ്രഹിച്ച മക്കൾക്ക് ഗുണപ്പെടുമോ? ഉറപ്പായിട്ടും. അതിനകത്തെ ശാസ്ത്രീയത എന്താ? ശാസ്ത്രീയത അറിയില്ല, ചിലപ്പോൾ ഒരു കണക്ഷനായിരിക്കും. നമ്മുടെ ഏറ്റവും സന്തോഷവും സമാധാനമായിട്ടുള്ള പോസിറ്റീവായ ഊർജത്തെ നമ്മൾ ഒന്നിലോട്ട് കൊടുക്കുകയാണ്. ആ കുഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ കർമ്മബന്ധത്തിലുള്ള ഒരു കുഞ്ഞാണ്, നമ്മുടെ രക്തമാണ് ആ കുഞ്ഞ്. വളരെ വേഗത്തിൽ നമുക്ക് ഈ എനർജി, നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഊർജ്ജമാണ്, പോസിറ്റീവായ ഊർജ്ജമാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എനർജിയാണ് ഈ പറയുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ട് പോകുന്നത്. ഇതേ തിയറി തന്നെയാണ് ഇപ്പുറത്ത് സംഭവിക്കുന്നത്. കൂടിയ അളവിലുള്ള നെഗറ്റീവ് ഊർജം, അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഊർജത്തിൽ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഇല്ല. നിങ്ങൾ എന്താണോ ഒരു ഊർജത്തിലോട്ട് കൊടുക്കുന്നത് അതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മകനെ നീ നന്നായി വരണം, നിന്റെ ജീവിതം എപ്പോഴും നന്നായിരിക്കും, നീ പഠിച്ച് നല്ല നിലയിലെത്തണം എന്ന് പറയുമ്പോൾ എനർജി പ്ലസ് വാക്കുകളാണ്. തിരിച്ച് നീ നശിച്ചു പോവും, നീ ഒരു കാര്യത്തിലും ഗതി പിടിക്കില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനർജിയിലോട്ട്, നമ്മൾ എന്താണോ എനർജിയിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത് അതൊരു ശരീരത്തിലോട്ട് പാസ്സാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഒരു വ്യക്തിയെ കാണുമ്പോഴോ നമ്മുടെ നീഡ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല, ഭയങ്കര ഇഷ്ടം തോന്നുകയോ പ്രണയം തോന്നുകയോ ഒക്കെ ചെയ്യുന്നത് രണ്ടുപേരുടെ നീഡ്സ് ഒരുപോലെ ആകുമ്പോഴാണ്, രണ്ടുപേരുടെ താല്പര്യങ്ങൾ ഒരുപോലെ ആകുമ്പോൾ ആ എനർജി ബാലൻസ്ഡാവും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഭയങ്കര കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൂടിയ അളവിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു ശരീരത്തിലോട്ട് നിരന്തരം പമ്പ് ചെയ്ത് ആ ശരീരത്തിലെ ചക്രകളെയോ അല്ലെങ്കിൽ ചിന്തകളെയോ തകർത്ത് കളയുന്ന ഒന്നാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക് കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരാളെ തകർക്കാൻ പറ്റാമെന്ന് പറയുന്നത് 2-3 ടെക്നിക്കുകൾ പറഞ്ഞുതരാം. എന്താണ് ഒന്നാമത്തെ കാര്യം? കൈവശത്തിലൂടെ നമുക്കൊരു വ്യക്തിയെ തകർക്കാം. ഇപ്പം ടിൻഡുവിനെ എനിക്ക് കൈവശത്തിലൂടെ തകർക്കണം എന്ന് വിചാരിക്കാം. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിൻഡു എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ടിൻഡു നാളെ, ഞാനും ടിൻഡുവാണ്, ടിൻഡു നാളെ ഒരിക്കലും ഒരു മാനേജർ പോസ്റ്റിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതാണ് എനിക്ക് ടിൻഡുവിന് കൈവശം തരേണ്ട എൻ്റെ കാരണം. അല്ലെങ്കിൽ ടിൻഡു വളരെ എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത്, എനിക്ക് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. വലിയ കാരണമൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ അകത്ത്, വളരെ സിമ്പിൾ കാരണം മതി. അപ്പം ഞാൻ എന്ത് പണിയും, ഞാൻ കൈവശം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്തോട്ട് ചെല്ലും. ആ വ്യക്തി എൻ്റെ അടുത്ത് പറയും, ശരി കൈവശം ഉണ്ടാക്കി തരാം, എന്താണ് ആവശ്യം, എന്താണ് ഇന്ന ആവശ്യം, ശരി. ഒന്നെങ്കിൽ ഭസ്മം, അല്ലെങ്കിൽ മഷി രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ, അല്ലെങ്കിൽ പഴം, ഫ്രൂട്ട്സ്, പാൽപ്പായസം, ഉണ്ണിയപ്പം, ഇതിലെന്തിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. വളരെ സ്നേഹത്തോടെ ഞാൻ അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞോ മറ്റെന്തിനായിട്ടോ ടിൻഡുവിന് കൊണ്ടുതരും. ടിൻഡു ഇത് കഴിക്കും, ഈ പറയുന്ന ഭസ്മം, ഈ സാധനം കഴിക്കും, കൈവശം ക്രിയേറ്റ് ചെയ്ത കൈവശം കഴിക്കും, ശരീരത്തിലോട്ട് ചെല്ലും. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്പിരിച്വാലിറ്റി എല്ലാം മാറ്റി വെച്ചോ. ടിൻഡുവിൻ്റെ ശരീരത്തിലോട്ട് പോയത് ഒരു പ്യുവർ പോയിസണാണ്. ഈ പോയിസൺ ടിൻഡു ചെക്കപ്പ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്താലും ഈ പോയിസൺ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ, ഇത് കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കും ഈ പോയിസൺ. ഇനി മുതലാണ് ടിൻഡു മനസ്സിലാക്കേണ്ടത്. ഇനി മുതൽ ടിൻഡുവിന് വയറുവേദന വരാൻ തുടങ്ങും, മോഷൻ കറക്റ്റാവില്ല, തലവേദന എടുക്കാൻ തുടങ്ങും, ബോഡിയിൽ ഇറിറ്റേഷൻ വരാൻ തുടങ്ങും, ഹീറ്റ് അമിതമായിട്ട് വരാൻ തുടങ്ങും. ഈ 4 കാര്യങ്ങൾ ഒരു മാസം വന്നു കഴിഞ്ഞാൽ 2ാമത്തെ മാസം ടിൻഡുവിൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കും, കൈവിട്ടു. വയറുവേദന ഒരു മാസം നിരന്തരം വയറുവേദന വന്നാൽ 2ാമത്തെ മാസം നമ്മുടെ പിടിവിടും. പിന്നെ നമ്മൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താണെന്ന്. ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ കുറച്ച് ദിവസത്തെ വയറുവേദന വരുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, ഈ വയറുവേദന കണ്ടിന്യൂ ആയുള്ള അവസ്ഥ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിലോട്ട് ഏതെങ്കിലും ഒരു വേദന നിരന്തരമായി വന്നാൽ നമ്മുടെ മാനസികാവസ്ഥയിൽ തകരാറ് സംഭവിക്കാൻ തുടങ്ങും.
മനസ്സെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യേണ്ട മനസ്സിനെ നമ്മൾ വേദനയിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. വേദന മാറുന്നതിനെ പറ്റി വേദന മാറുന്നില്ലല്ലോ, പെയിൻ, ബുദ്ധിമുട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇത് ടിൻറ്റുവിൻ്റെ ടോട്ടൽ മാനസികാവസ്ഥനെ കുളമാക്കും, ഇറിറ്റേറ്റഡ് ആക്കും, ചുറ്റുമുള്ള ബന്ധങ്ങളെ നശിപ്പിക്കും. ഓഫീസിൻ്റെ അകത്ത് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, അവിടെ പ്രശ്നങ്ങളുണ്ടാവും, ആശുപത്രി പോകും, കുറേ പൈസ പോവും, ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അവസാനം എനിക്ക് എൻ്റെ ശരീരം ആരോഗ്യം മതി എന്നുള്ള മാനസികാവസ്ഥയിലോട്ട് എത്തും. ദാറ്റ് മീൻ ടിൻറ്റുവിൻ്റെ ശരീരത്തിലെ ബയോളജിക്കൽ പ്രവർത്തനത്തെ എനിക്ക് തടയാൻ പറ്റിയാൽ അന്ന് മുതൽ ടിൻറ്റുവിൻ്റെ ജീവിതം നശിച്ചു എന്നർത്ഥം. ഈ കൂടോത്രം ചെയ്യുന്നവർക്ക് ബൂമറാങ് എഫക്റ്റ് പോലെ തിരിച്ചു ഉറപ്പായിട്ടും കിട്ടും, എന്താണെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. ആ തിയറിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ എനർജീനെ തകർക്കാൻ വേണ്ടി മറ്റൊരാൾ പ്രവർത്തിക്കാൻ പാടില്ല. അതിപ്പോൾ എന്താണ് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, പക്ഷേ ഇതിവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ കൈവശം സംഭവിക്കുമ്പോൾ പറ്റി. ഇനി അടുത്തത്, ഈ തന്നിരിക്കുന്ന കൈവശത്തിൻ്റെ അകത്ത് നെഗറ്റീവായ സജഷൻസ് ഉണ്ടാവും, നെഗറ്റീവായ ധാരണ ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും യന്ത്രങ്ങളോ കോയിനൊക്കെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയുടെ അകത്തുനിന്ന് നമ്മളിരിക്കുന്ന വീട്ടിൽ എവിടെയും കൊണ്ടുവയ്ക്കും. ഈ കോയിനിൽ നിന്ന് ഈ കൊടുത്തിരിക്കുന്ന എനർജി പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും, ചുറ്റും നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. നമ്മളൊരാളെ നോക്കി ചിരിക്കുന്നത് വരെ ഓപ്പോസിറ്റ് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ഇനി നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം. നല്ല പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ഒന്നും വേണ്ട, ടിൻറ്റുവിൻ്റെ ഒരു ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി. ടിൻറ്റുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ എടുത്തിട്ട് ടിൻറ്റുവിനെ ഇപ്പോൾ ഡൗൺ ആക്കാൻ പറ്റും. ടിൻറ്റുവിൻ്റെ എനർജിയിലാണ് ഒരു എനർജി ഫീൽഡിൽ നിൽക്കുന്നത്. അത്ര മനസ്സിലാക്കിക്കോ. ഈ എനർജി ഫീൽഡിൽ ഞാനങ്ങ് റിമൂവ് ചെയ്യാം, എന്ത് ചെയ്യും? മൊത്തം കട്ടാവും. കാരണം ടിൻറ്റു ആ ഒരു എനർജി ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ആ പോസിറ്റീവ് എനർജിയിൽ ആ ഒരു ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. മറ്റേത് പോയി കഴിഞ്ഞാൽ ബലൂണിലെ കാറ്റ് പോയ പോലെ ഇരിക്കും. നമുക്ക് കൂടെയുള്ള മന്ത്രങ്ങളും ജപിക്കാം, മറ്റ് പല ക്രിയകളും ചെയ്യുന്നതിനകത്ത് ഭയങ്കരമായിട്ട് രഹസ്യക്രിയകൾ ഉൾപ്പെടെയുണ്ട്. മെൻസസിന് ബ്ലഡ് പൊടിച്ച് കൈവശം കൊടുക്കുന്ന ആളുകളുണ്ട്, തുടങ്ങിയിട്ട് ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. മഷിക്കൂട്ട് തയ്യാറാക്കാൻ പറ്റും നമുക്ക്. ഒന്നും വേണ്ട, ഒരാൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, വശം ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തോന്നാം, ഓക്കെ ഈ ഒരു പെൺകുട്ടിക്ക് ഇതല്ല. പല ആളുകളും ചെയ്യുന്നൊരു മെത്തേഡ് കേട്ടോ. ഈ പെൺകുട്ടി നല്ലൊരു വീട്ടിലെ പെൺകുട്ടിയാണ്, വശം ചെയ്തേക്കാം. പോയി വശം ചെയ്യാം. വശം ചെയ്ത് ധാരണ ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് ഈ പറയുന്ന വശക്കൂട്ട് തയ്യാറാക്കി ശരീരത്തിൽ പുരട്ടുകയോ ആരെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ വശപ്പെട്ടു. എന്താണ് വശപ്പെടുന്നത്? ഒരാളിലോട്ട് അറ്റൻഷൻ മാറുന്നു. അപ്പം നമ്മൾ വിചാരിക്കും വശപ്പെടുക എന്ന് പറയുന്നത് ഒരാളെ കാണുമ്പോൾ തന്നെ പോയി പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അല്ല, വശ്യമന്ത്രം എന്ന് പറയുന്നതിന് എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിൻറ്റുവിന് ഇപ്പോൾ ടിൻറ്റുവിനെയാണ് വശം ചെയ്യണമെന്ന് വിചാരിക്കുക. ടിൻറ്റുവിനെ വശം ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ടിൻറ്റുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ബന്ധങ്ങളിൽ ആദ്യം വിള്ളൽ വരാൻ തുടങ്ങും. ടിൻറ്റു ഒറ്റപ്പെടും. ഈ സമയത്ത് ടിൻറ്റുവിന് വശം ചെയ്ത ആളിലോട്ട് ഒരു ഫോക്കസ് വരാൻ തുടങ്ങും, ഒരു അറ്റൻഷൻ വരാൻ തുടങ്ങും. അവിടെ മുതൽ പതുക്കെ ഒരു സാധനം ഇങ്ങനെ വർക്കൗട്ട് അത് ഭയങ്കര ഡീപ്പാവും. ഈ സമയത്ത് ടിൻറ്റുവിനോട് ആരും എന്ത് പറഞ്ഞൊരു കാര്യമില്ല. എത്രയോ പെൺകുട്ടികളെ വശം ചെയ്ത് അങ്ങനെ എടുക്കുന്നത്, എത്രയോ പൈസയുള്ള വീടുകളിലെ സ്ത്രീകളെയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ത്രീകളെയാണ് പലപ്പോഴും വശം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആളുകളുടെ അടുത്ത് നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന വശയോ, നിങ്ങളെ വശം ചെയ്ത് ആദ്യം കൺട്രോൾ വരുത്തിയതിന് ശേഷമാണ് നിങ്ങളെ സഹായിക്കുന്നത്. കാരണം നിങ്ങളിനി പോകാൻ പാടില്ല, പിന്നെ നിങ്ങളിനി പറയുന്നവിടെ അനുസരിക്കും ആ വ്യക്തിയുടെ അടുത്ത്. അതുകൊണ്ടാണ് ഈ അറിയില്ലാത്ത വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ പോകരുതും ചെയ്യരുതും പറയുന്നത്. ഇതുകൊണ്ടാണ്. കാരണം ചെയ്യുന്നതേ അധർമ്മമാണ്. അതിൻ്റെ അകത്ത് പിന്നെ ഇനി എന്ത് ലോജിക്ക് ഇതിനകത്തിരിക്കുന്നത്? എന്ത് വേണം ചെയ്തൂടെ? അപ്പോൾ വശം ചെയ്യുന്നതും ധാരണ ചെയ്യുന്നതും സ്തംഭനം ചെയ്യുന്നതും എല്ലാം, ഇത്തരത്തിലുള്ള ക്രിയകളെല്ലാം ചെയ്യുന്നതും നന്നായി ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആളുടെ അവസാനം എന്താണെന്നുള്ളതാണ് ചോദ്യം. തകർന്ന് തരിപ്പണമായി ഇത് ആ വ്യക്തി ചെയ്ത് കൊടുത്തിരിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണോ വേദനിച്ചത് അതിൻ്റെ ഇരട്ടി ഒരു 3-4 തലമുറ അനുഭവിക്കേണ്ടി വരും അവിടെ കിടന്ന്. മരണം എന്ന് പറയുന്നത് ചിന്തിക്കുക പോലും വേണ്ട, മരണം സംഭവിക്കില്ല അവർക്ക്. അവരവിടെ ഇട്ടേക്കും കട്ടിൽ, അവിടെ കിടന്ന് അനുഭവിക്കും. ഇതാണ് ഇതിൻ്റെ അവസാനം. പല ആളുകളും പറയാറുണ്ട്, സാറേ ഞാൻ അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഉറപ്പായിട്ടും എത്രയോ സ്ത്രീകളെയാണ് ദുരുപയോഗം ചെയ്യുന്നത്, പുരുഷന്മാരെ ഉൾപ്പെടെ. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു കേസ് വന്ന്, ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ ആ പയ്യനായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട്. ഈ പയ്യൻ ഈ പെൺകുട്ടീനെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ച് ഒരുത്തൻ്റെ അടുത്ത് ചെന്നു. 8 ലക്ഷം രൂപ വാങ്ങിച്ചു പെൺകുട്ടീനെ തിരിച്ചു കൊടുക്കണ പേരും പറഞ്ഞ്. അപ്പം ആ പയ്യൻ അത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ചൂഷണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ, സ്പിരിച്വാലിറ്റിയിൽ പ്രോഡക്റ്റ് ഇല്ല, തെളിവില്ല. ഞാനൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തു, നടന്നില്ലയോ, നിങ്ങളുടെ വിധി കൊണ്ട് നടന്നില്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ന്യായീകരിക്കാം.
ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ അപകടം. നമുക്ക് ഇവിടെ ഞാൻ ഈ ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് അസുഖം മാറിയില്ല എന്ന് പറയണമെന്ന് ഇവിടെ ഇല്ല, ഇവിടെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ പറ്റി കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് വേണ്ട, സെമിത്തേരിയുടെ കുഴിയിലിറങ്ങി തലയോട്ടി വരെ എടുത്ത് അത് അരച്ച് പേസ്റ്റ് വരെ ആക്കി അർദ്ധരാത്രി ഇരുന്നു ഈ പെൺകുട്ടിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചാടി ചെല്ലുന്നു, ചെരുപ്പ് എടുക്കുന്നു, മണ്ണെടുക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു, ഇവൻ പറയുന്ന പോലെ കൊണ്ടു കൊടുക്കുന്നു എന്ന് വേണ്ട, ഈ പയ്യനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന കുരങ്ങ് കളി മുഴുവനും കളിപ്പിച്ചു. അവസാനം പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു വിട്ടു. അവസാനം കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു സാധനം സംഭവിച്ചു എന്ന് പറഞ്ഞു വരുന്നത്. എന്നാൽ ആലോചിച്ച് നോക്ക്, ഓരോ മനുഷ്യനെയും അവൻ്റെ ആ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇത് അനുഭവിക്കുന്ന മനുഷ്യരോട് വളരെ കൃത്യമായിട്ട് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, ഇത് നമ്മുടെ കൺട്രോൾ അല്ല. ഇനി അടുത്തൊരു കാര്യം, എന്തുകൊണ്ടും നമ്മളെ ബ്ലാക്ക് മാജിക് ബാധിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ഇതിന് സൊല്യൂഷൻ കിട്ടും. നമ്മുടെ ശക്തി, നമ്മുടെ പ്രാണോർജം നമ്മുടെ ശരീരത്തിൽ ശക്തിപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് നെഗറ്റീവായ സാന്നിധ്യങ്ങൾ കൂടോത്രം ബ്ലാക്ക് മാജിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നത്. ഇതിനെ ശക്തിപ്പെടുത്താൻ മാത്രം മതി. ഇതിനെ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് 1 രൂപ പൈസ മുടക്കില്ല എന്ന് മനസ്സിലാക്കിക്കോ. അല്ലാതെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതാണ്, ഇത് അമ്പലത്തിൽ പോകാണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പൊക്കോ, പക്ഷെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ ഭഗവാന്റെ കയ്യിൽ നിന്നും പോസിറ്റീവായ ഊർജ്ജം വാങ്ങാനാണ് പോകുന്നത്. അത് നിങ്ങൾ പോയാലും കിട്ടും, നിങ്ങളുടെ ശത്രു പോയാലും കിട്ടും. ആര് പോയാലും ഭഗവാൻ അങ്ങനെ വേർതിരിവൊന്നുമില്ല അവിടെ. അത് അവൻ്റെ ശത്രുവാണ് അപ്പോൾ കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്നില്ല. ആര് പോയാലും കിട്ടും. തിരിച്ച് ഇതിനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇരിക്കുക, നല്ലൊരു മെഡിറ്റേഷനോ മറ്റെന്തെങ്കിലും പ്രോസസ്സുകളോ ഉപാസനകളൊക്കെ എടുത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആ ഈശ്വരനുമായിട്ട് ശക്തി പ്രാപിക്കുക, എനർജി കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. സമയം മുടക്കുണ്ട്, കഷ്ടപ്പാടുണ്ട്, ചെറിയ പ്രോസസ്സുകളൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഭക്ഷണം, വസ്ത്രം, നിങ്ങളുടെ ബന്ധങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സിദ്ധിയിലോട്ട് നിങ്ങൾക്ക് ഉയരാൻ പറ്റുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് അനുഭവം വരാൻ തുടങ്ങും. ഓരോ അനുഭവങ്ങളെ ശരീരത്തിലൂടെ എനർജി പാസ്സാവുന്നത്, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ തുടങ്ങിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കും. പ്രാർത്ഥന വേണ്ട, നിങ്ങൾ ഒരു ദൈവത്തോടും പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമ്മൾ എത്തുന്നത്. അതല്ല, ഇത് നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണരാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. അത് ഉണർന്നോളും. അത് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്ലാക്ക് മാജിക് ഈ പറയുന്ന ഒരു നെഗറ്റീവായ ഇഷ്യൂ ഒന്നും ബാധിക്കില്ല. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ പ്രൊഫഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് സിമ്പിൾ ഉത്തരം. ഇനി നമ്മുടെ ഒരു റാപ്പിഡ് റിഫ്ലക്ഷൻ റൗണ്ട്. ഞാനൊരു വാക്ക് പറയും, ബാബാജിയുടെ മനസ്സിൽ എന്താണോ പെട്ടെന്ന് വരുന്നത്, ഒരുപാട് ആലോചനയൊന്നുമില്ല, അത് ഒറ്റ വാക്ക്. മരണം. അത്ഭുതങ്ങളുടെ തുടക്കം. ദൈവം. കോൺഫിഡൻസ്. ഭയം. തകർച്ച. ബ്ലാക്ക് മാജിക്. സ്പിരിച്വാലിറ്റി. ഏത് മതത്തിലെയും പ്രീസ്റ്റ്. ആവശ്യമില്ല. ഇരുട്ട്. റിയാലിറ്റി. ആത്മാവ്. ട്രാവൽ. മണി. ബൈ പ്രോഡക്റ്റ്. സംശയം. നാശത്തിൻ്റെ തുടക്കം. കർമ്മ. റിയാലിറ്റി. സത്യം. തെറ്റിദ്ധാരണ. നാളെ അല്ലെങ്കിൽ ടുമോറോ. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ടിൻഡു. അടിപൊളി. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തോ ഇതിനെ. റോഗിൻ ബാബാജി. ഒന്നുമില്ല, ഒരു യാത്രിക, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഏറ്റവും ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതുവരെയും പബ്ലിക്കിൻ്റെ അടുത്ത് ബാബാജി പറയാത്ത ഒരു അൺടോൾഡ് കഥ, ഒരു ടെയിൽസ് അൺടോൾഡിലേക്ക് പറയാമോ? അതായത് മരണം കാത്തിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ഒരു സ്റ്റോറി പറയാം. മരണം കാത്തിരിക്കുന്ന ആത്മാവല്ല, മരണം കാത്തിരിക്കുന്ന വീടിന് മുന്നിൽ കാത്തിരിക്കുന്ന ഒരു ആത്മാവ്. ഒരു ഫാമിലി ഒരു വട്ടം എന്നെ കോണ്ടാക്ട് ചെയ്യാം. വിളിച്ചതിന് ശേഷം സംസാരിക്കുന്നു. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതാണ്, മക്കൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കണ്ടാന്ന് ആ കോള് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എന്നെ ആദ്യം തന്നെ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള കേസുകളൊന്നും കൈകാര്യം ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പാടില്ല.
ഓരോ ആത്മാക്കൾ ഇപ്പം നമ്മൾ ഈ സോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ ആത്മാക്കളെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായ കാര്യങ്ങളല്ല. എന്നെ വിളിക്കുന്നുണ്ടോ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഞാൻ ആ സോളിനോട് പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ചോദിച്ചിട്ട് ആ സോൾ അക്സെപ്റ്റ് ചെയ്ത് അതിനുശേഷം വേറെ നെഗറ്റീവായ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വരില്ല എന്ന് എനിക്ക് കൺഫേം തോന്നിയാൽ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ. ഇനി എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്ത് കൊടുക്കില്ല. വളരെ എമർജൻസി ആയിട്ടുള്ള, അതായത് ഒരു മനുഷ്യന് ഓക്കെ ഈ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. പലപ്പോഴും അങ്ങനെ സംസാരിച്ച് ഇഷ്ടക്കുറവ് വന്ന പല കേസുകളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടാണ്, അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര പൈസ ഒക്കെ വാങ്ങിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഈ ഫാമിലിയെ പറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവരുടെ ഒരു റിലേറ്റീവ്, ഒരു പെൺകുട്ടി തീ കൊളുത്തി മരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ആത്മാവ് ഈ വീട് വിട്ട് പോയിട്ടില്ല. ആത്മാക്കളെ സംബന്ധിച്ചിട്ട് ഈ ആത്മാവിന് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കൾ എന്താണോ, ആളുകൾ എന്താണോ, ഇവർക്ക് ചുറ്റും കിടന്ന് കറങ്ങും. കാരണം ഇവരാണ് ഒന്നുകിൽ മോക്ഷം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് പരിഹാരം ചെയ്യേണ്ടത് ഇവരാണ്. ഈ ആത്മാവിന് വേറെ ആരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനെ കർമ്മബന്ധം എന്ന് വിളിക്കുന്നത്. ഈ കർമ്മബന്ധത്തിലാണ് ആത്മാക്കളും മനുഷ്യരും, നമ്മളായ മനുഷ്യരും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നു. വെച്ച് നോക്കുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും സൂയിസൈഡിൻ്റെ വക്കില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ നിങ്ങൾക്ക് സൂയിസൈഡിൻ്റെ കാരണം എന്താ? അത് അവർക്ക് അറിയില്ല. അവരുടെ കയ്യിൽ പണമില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഡോക്ടേഴ്സിനെ കാണാൻ പോയി, ഈ മക്കൾക്ക് സൈക്കാട്രി മെഡിസിൻ കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. നോക്കിക്കഴിയുമ്പോൾ എന്താ, വേറെ ഒന്നുമില്ല. പുറത്ത് നിന്ന് ഒരാൾക്ക് ഈ വീട്ടുകാരെ സഹായിക്കാൻ പറ്റില്ല, ഈ പറയുന്ന വീട്ടുകാരെ സഹായിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഫുൾ ടൈം ആ വീടിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവർക്ക് ഈ രണ്ട് കുട്ടികൾക്ക് സുഹൃത്തുക്കളില്ല. ബോഡി, അതായത് നമുക്ക് ഒരു സോൾ പ്രസൻസ് ഉള്ള ഒരു ശരീരത്തെ നമുക്ക് കാണുമ്പോൾ, ഫോട്ടോ നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ മെലിഞ്ഞുണങ്ങിയിരിക്കും നമ്മൾ. അതായത് സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ഒരു നോർമൽ ഷെയ്ഡിൽ ആയിരിക്കില്ല ഇരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ടോൺ അല്ലാതെ വേറൊരു ടോൺ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടോണിൽ ഇത് കാണാൻ പറ്റും. സൂയിസൈഡ് ടെൻഡൻസിലാണ് ഈ പിള്ളേർ. ഇനി എങ്ങനെയാണ് സൂയിസൈഡ് ടെൻഡൻസി വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ പെൺകുട്ടിക്ക്, ഈ പറയുന്ന ചേച്ചിയുടെ മകൾക്ക് റിലേഷൻഷിപ്പുകൾ സക്സസ് ആവില്ല. എവിടെ ചെന്നാലും പരാജയങ്ങൾ സംഭവിക്കും. എക്സാമിന് പോയി കഴിഞ്ഞാൽ മറവി വരും. ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റപ്പെടുത്തൽ ഏൽപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന നെഗറ്റീവായ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ടുല്ലോ. നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ വീട്ടിലാരുമില്ല, നാട്ടിലാരുമില്ല, പരാജയപ്പെട്ട് സൂയിസൈഡ് ടെൻഡൻസി. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാവിന് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നിന്നിട്ട് സംസാരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സിഗ്നലുകളെ, എനർജിയുടെ സിഗ്നലുകളെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിനെ പിക്ചറാക്കാനോ ശബ്ദമാക്കി മാറ്റാനുള്ള കഴിവ് ഉള്ള സാധനമാണ് നമ്മുടെ ബ്രെയിൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സിഗ്നൽസ് എടുത്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. സിഗ്നൽസിൻ്റെ ഇത് നോക്കിയിട്ടാണ് അത് ചിത്രമാണോ രൂപമാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ ബോധത്തിലോട്ട് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെയെങ്കിൽ പുറത്തുള്ള ഒരു എനർജിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സജഷൻ തരാൻ പറ്റും. ഇവർക്ക് എല്ലാവർക്കും രാത്രി സമയങ്ങളിൽ നിൻ്റെ ജീവിതം പരാജയപ്പെട്ടാണ്, നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, പോയി മരിച്ചൂടെ, നിൻ്റെ കാമുകം നിന്നെ നോക്കുന്നുണ്ടോ, നിനക്ക് പഠിക്കാൻ കഴിവില്ലല്ലോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടീനെ രാത്രി മുഴുവനും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിചാരം ഇത് ഈ പെൺകുട്ടി തന്നെ പെൺകുട്ടിയോട് പറയുന്നതാണെന്ന് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അല്ല, ഇങ്ങനെ പറഞ്ഞ് സൂയിസൈഡ്, നീ മരിക്കേണ്ടവളാണ്, നീ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെ ആ വീട്ടിൽ അടുത്ത പയ്യൻ്റെ അടുത്തും, അതായത് നിനക്ക് നിൻ്റെ ആ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല, നാട്ടുകാർക്ക് നിന്നോട് സ്നേഹമില്ല, ബന്ധുക്കാർക്ക് നിന്നോട് സ്നേഹമില്ല, നീ അടുത്തുള്ള ഒരു കുളമുണ്ട്, അവിടെ പോയി ചാടി മരിക്കണം. ഈ ആത്മാവാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഇവരുടെ എല്ലാവരോടും എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഈ സ്ത്രീയോട് പറയുന്നത്, നിനക്കിനി ഭർത്താവില്ലല്ലോ, നാട്ടുകാരെല്ലാവരും നിന്നെ വൃത്തിയായിട്ട രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മരിക്കാം, നീ ഒരു കാര്യം ചെയ്യും, ഈ മക്കളെല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് എന്തെങ്കിലും വിഷം കടത്തി മടക്കി. ഇപ്പം തന്നെ കടക്കാരെല്ലാവരും വരും, നിന്റെ ഭർത്താവ് ഒരുപാട് കടക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ ആത്മാവിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇവരുടെ കൂടെ നടക്കുക, എന്നിട്ട് ഇവരെ സ്നേഹിക്കാൻ വരുന്ന ആളുകളോട് ഈ ആത്മാവ് ചെന്ന് പറയും, നീ അവരെ സ്നേഹിക്കരുതട്ടോ, അവർ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നതാണ്, നിന്റെ മക്കളെ ചതിക്കാൻ വേണ്ടി വരുന്നതാണ്, നിൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണ് എന്ന് പറഞ്ഞ് ഈ ബന്ധുക്കാരും നാട്ടുകാരും മുഴുവൻ ഇവർ വെറുപ്പിച്ചു. ഇവരുടെ വിചാരം ഇവർ ഈ അറിയുന്നതും കേൾക്കുന്നതും ശരിയാണെന്നാണ് ഇവരുടെ ചിന്ത. ഈ പെൺകൊച്ചിന് അത് പ്രശ്നം, പഠിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നൊരു ഫാമിലി സമയത്താണ് എന്നെപ്പറ്റി എങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷെ ഒരു കാര്യമുണ്ട്, സോളിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇവരുടെ കണ്ടീഷൻ മനസ്സിലായി, സോൾ പ്രസൻസ് മനസ്സിലായി. സോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ആത്മാവിന് നമ്മോട് സംസാരിക്കണ്ട, സൊല്യൂഷൻ തരാം വേണ്ട, മോക്ഷത്തിലോട്ട് വേണമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാം, എന്താണ് സഹായിക്കേണ്ടത് വേണ്ടി നമുക്ക് സഹായിക്കാം. ആദ്യത്തെ ഘട്ടം നമ്മൾ വളരെ സ്നേഹത്തിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഘട്ടമായിരിക്കും നമ്മൾ എനർജി ഉപയോഗിക്കുന്നത്. എനർജി ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പെർമിഷൻ ഒന്നും വേണ്ട, നമ്മൾ എനർജി എടുത്ത് റിലീസ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. അതിൻ്റെ അകത്ത് കർമ്മം ചെയ്ത് പൂജകൾ ചെയ്ത് മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. സോളിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്നെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം എൻ്റെ, എനിക്കിത് വേണം, എനിക്ക് എന്തായാലും എൻ്റെ ജീവിതം എനിക്കുണ്ടായില്ല, എൻ്റെ മരണത്തിന് കാരണം എന്ന് പറയുന്നത് ഈ വീട്ടിലെ ചില ആളുകൾ എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ് സോളിൻ്റെ നിലയിലുള്ള സാധനം. ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ചെയ്യുന്നത് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുക, എൻ്റെ ചുറ്റുമുള്ള ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിക്കുക, നമ്മുടെ വണ്ടി ആക്സിഡൻറ്റിന് പറ്റുക. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ശരി, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാം. നിങ്ങളുടെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇവർക്ക് ടോട്ടൽ പനി, ശരീരം വേദന, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇവർ ആശുപത്രി പോക്ക്, ആ കുഞ്ഞിൻ്റെ കൈ എന്തോടിഞ്ഞു, ഈ ചേച്ചി എന്തോ നിലത്ത് വീണു, ഇങ്ങനെ ഓരോ ദിവസം മാറി 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 പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് എന്താ പറ്റി, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം വയ്യാതിരിക്കുന്ന വീട്ടിലോട്ട് നമ്മൾ ഒന്നിട്ട് വേണ്ട വരെ നമ്മൾ പോകണം ഇതിൻ്റെ അകത്ത്. ശരി, പിന്നെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ചൈതന്യം അവരുടെ വീട്ടിൽ സ്ഥാപിക്കുക എന്നുള്ള. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കില്ല. അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് എവിടെയും നമ്മൾ സ്റ്റോപ്പ് അടിക്കണം. അതായത് നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതിനുശേഷം ചെന്നു നമ്മൾ എടുത്ത് ആ സോളിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇട്ട് നമ്മളിതിനെ ആവാഹിച്ചെടുത്ത് കളഞ്ഞു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാന്നിധ്യം പിന്നെ നമ്മളിലോട്ട് കണക്റ്റ് ആവാൻ തുടങ്ങി. മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സോളും എന്ന് പറഞ്ഞ് ചെല്ലും, നമ്മൾ കാണുന്നതും ഒരു ആത്മാവിനായിരിക്കും, പക്ഷെ അവിടെ ഒന്നിലധികം സോളുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ബൈബിളിൻ്റെ അകത്ത് മഗ്ദലന മറിയത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് മഗ്ദലന മറിയത്തിന് 7 ആത്മാക്കളാണ് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ അകത്തൊരു കഥയുണ്ട്, ജീസസ് ക്രൈസ്റ്റ് 7 ആത്മാക്കളെയും എടുത്ത് കളയുന്നത്. അതായത് ഒരു ആത്മാവിൻ്റെ പുറകിലായിരിക്കും മറ്റാത്മാക്കൾ അണിനിരന്ന് നിൽക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡാണ്. അതായത് ഒന്നുമില്ല, നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ ഊർജ്ജത്തെ എടുത്ത് കളയുക. പിന്നീട് കുറേ സമയം വേണ്ടി വന്നു നമുക്കിതിനെ കണ്ടെത്താൻ. നമ്മൾ തിരക്ക് പിടിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇത് ഒരെണ്ണത്തിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുന്നു. പിന്നീട് കൂടെ നിൽക്കുന്ന ആളുകൾ, ഇപ്പം എൻ്റെ സ്റ്റാഫുകൾക്ക്, എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് മൊത്തം അവരുടെ വീടിൻ്റെ അകത്ത് പ്രസൻസ് ചെല്ലാൻ തുടങ്ങി, ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അന്നത്തെ ഒരു സോളല്ല, ഒന്നിലധികം ആത്മാക്കളുടെ സാന്നിധ്യമുള്ള വീട്ടിലോട്ടായിരുന്നു നമ്മൾ ചെന്ന് പ്രോസസ്സുകളെല്ലാം ചെയ്തത്. അതിനുശേഷം എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് മുഴുവനും ഈ പ്രശ്നം ബാധിച്ചു. പിന്നീട് അവിടെ നിന്നും റിലീസ് ചെയ്യേണ്ടി വന്നു. അവർക്ക് ചെയ്ത എന്ത് പ്രോസസ്സാണ് അതേ പ്രോസസ്സ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടി വന്നു. ചെയ്തിട്ടാണ് നമ്മൾ റിലീസ് ചെയ്ത് മാറ്റിയത്. ഇതൊരു പക്ഷേ ആ മരണത്തിലോട്ട് വരെ എത്താമായിരുന്നു. പല ആളുകൾക്കും വളരെ സിമ്പിളാണ്, ഒരു ആത്മാവല്ലേ ഇതങ്ങ് ഒഴിപ്പിച്ചാൽ പോലെ. അല്ല, ഇത് നമ്മൾ ചെന്ന് മുട്ടുന്നത് ഒരു എനർജികളോടാണ്. നമുക്ക് ഒന്നും നമ്മുടെ കഴിവ് കൊണ്ടും അല്ല സംഭവിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മൾ വിളിക്കുന്ന ദേവി ചൈതന്യം, ആ ദേവിയുടെ ചൈതന്യം അനുഗ്രഹം കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്തു വെക്കുന്നത്. ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പിന്നെ ഈശ്വരൻ്റെ മുന്നിൽ പോയി കൈകൂപ്പിയിട്ട് കാര്യമില്ല. നിൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല ഇതൊന്നും ചെയ്യാൻ. നിൻ്റെ ഇമോഷനും കൊണ്ട്, നിൻ്റെ ഒരു നീ വലിയ സംഭവമാണെന്നുള്ള തോന്നൽ കൊണ്ട് നീ പോയി ചെയ്തു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് അനുഭവിക്കേണ്ട ഒരു ലിറ്ററലി ഇതാണ് അതിനകത്ത് വരുന്നത്. ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളാണല്ലോ ഇതിനെ സഹായിക്കേണ്ട ആളുകൾ, അപ്പം നമുക്കിൻ്റെ പോയി ഒന്ന് സഹായിച്ചേക്കാം എന്നുള്ള നമ്മുടെ തോന്നലിൽ നമ്മുടെ ചില സമയത്ത് ഈഗോ വർക്കൗട്ടാവും. പാവപ്പെട്ട ആളുകളാണല്ലോ, ഇത് ഈശ്വരൻ്റെ കടമ എന്ന് പറയുന്നത് മാധവ സേവയാണല്ലോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള നമ്മൾ തന്നെ കൺവിൻസ് ചെയ്യും. ആക്ച്വലി ഇത് നമ്മൾ ട്രാപ്പിൽ പോണേ. ഇത് അവരെയും കൊണ്ട് മാറ്റിച്ച് അല്ലെങ്കിൽ അവരുടെ ശക്തി ഉണർത്തി ദേവി ചൈതന്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സുകളോ കൊടുത്തിട്ട് വേണം ആ കാര്യങ്ങളോട് റിലീസ് ചെയ്യാൻ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. ഇതുപോലെ തന്നെ വേറൊരു കേസും കൂടി ഇതിനകത്തുണ്ട്. ഒരു പയ്യൻ, ആ പയ്യൻ ഭയങ്കര ഡേഞ്ചർ സ്റ്റേജിൽ നിൽക്കുക. എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ മുഴുവൻ ഇടിച്ച് കൊല്ലണം. അമ്മ, അനിയത്തി, അച്ഛൻ. ഇവനോട് രാത്രി ചെന്ന് പറയുന്നത് ഇതാണ്, നിന്നെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. എത്ര വർഷം എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. 14 വർഷം കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇവൻ്റെ അടുത്ത് നിന്നിട്ട് ഇവനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, നീ ഭയങ്കര പവറുള്ള ഒരുത്തരാണ്, ഭയങ്കര ശക്തിമാനാണ്, നിൻ്റെ കൂടെ ഈശ്വരനുണ്ട്, ഞാൻ ഈശ്വരനാണ്, ഞാൻ അതുകൊണ്ടാണ് നിനക്കതൊക്കെ പറഞ്ഞു തരുന്നത്. നീ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം, മാനിപ്പുലേഷൻ പോകണം കേൾക്കണം, അമ്പലത്തിൽ പോയിട്ട് വരണം. അതായത് ആത്മാക്കൾ നമ്മളോട് അമ്പലത്തിൽ പോകാൻ പറയും,
നമ്മളെ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പം നമ്മൾ വിചാരിക്കണം എന്താ, ഞാൻ അമ്പലത്തിൽ പോയല്ലോ. നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ നെഗറ്റീവ് എനർജി ഉണ്ടോ, നിങ്ങൾക്ക് അമ്പലത്തിലും പള്ളിയിലും പോവാം. ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്ന എന്നും എല്ലാം പോസിറ്റീവ് ആളുകളൊന്നുമല്ല. ഇത് നമുക്ക് മാനിപ്പുലേഷൻ തന്നെ. അപ്പം നമ്മുടെ വിചാരം എന്താ, നമ്മൾ അമ്പലത്തിലും പള്ളിയിലും പോയില്ലോ, അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, ബാധാദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട കടം മറ്റൊന്നാണ്. അപ്പോൾ ഇവനോട് 14 വർഷമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലണം, ഇടിച്ചു കൊല്ലണം എന്ന് പറയുന്നത്. മനസ്സിലായി? ചുരുക്കമൊന്നുമല്ല, ഇവരെല്ലാവരും നിന്നെ പറ്റിക്കണം, നിന്നോട് ആർക്കും ഇവിടെ സ്നേഹമില്ല, ഇത്രയും വർഷം നിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവൻ അത്രയും അഗ്രസീവായി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ക്യാമ്പിലോട്ട് വരുന്നതും. ക്യാമ്പിൽ വന്നതിന് ശേഷം, ചേട്ടാ അത് എൻ്റെ കൂടെ ഉള്ള ദൈവമാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്, നിൻ്റെ അപ്പം അവൻ്റെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് അവനോട് ദൈവം സംസാരിക്കുന്നു എന്നാണ് അവൻ്റെ ബിലീഫ് സിസ്റ്റം. ഞാൻ പറയട്ടെ, അവിടെ ദൈവമാണെന്ന് എന്നെ നീ വിചാരിക്കുക. ഞാൻ സമ്മതിച്ചിരുന്നു. ദൈവം എന്തിനാണ് നിൻ്റെ അച്ഛനമ്മേനെ കൊല്ലാൻ പറയുന്നത്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാക്കിക്കൊടു ദൈവം. അതല്ലാതെ അവർക്ക് എന്നോട് സ്നേഹമില്ല. ഇനി സ്നേഹമില്ലെങ്കിലും കൊല്ലാനാണോ പറയുന്നത്? അല്ലല്ലോ. ഉപദ്രവിക്കാനോ തല്ലാനോ കൊല്ലാനോ, അല്ലെങ്കിൽ നീ ഭയങ്കര ശക്തിമാനാണ്, നിന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല, നിനക്ക് എന്ത് വേണേലും ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലല്ലോ പറഞ്ഞു തരണ്ടേ. ഈശ്വരനാണെങ്കിൽ നിന്നോട് ക്ഷമിക്കാനല്ലേ നിനക്ക് പറഞ്ഞു തരണ്ടേ. അപ്പം ഈ 14 വർഷം നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആരാ? അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇത് ആരാണെന്ന്. 4 മാസം എടുത്തു അവൻ്റെ കൂടെയുള്ള എനർജിയുടെ ടോട്ടൽ പ്രസൻസ് കട്ടാവാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പേടിപ്പിക്കുന്നു, രൂപമായിട്ട് ചെല്ലുന്നു, കറുത്ത രൂപമായിട്ട് ചെല്ലുന്നു. ഈ ആത്മാക്കളുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നത് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരിക്കും. അതായത് ശരീരം കത്തിക്കരിഞ്ഞ മണോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ ഇതിൻ്റെ സ്മെല്ലുകളായിരിക്കും നമുക്ക് വീട്ടിൽ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റുകളുടെ സാന്നിധ്യങ്ങളോ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി നമ്മൾ ഫിയർ ആക്കുന്നത്, അതായത് പേടിപ്പിക്കും. എപ്പോഴും മനസ്സിലാക്കിക്കോ, ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം കൂടിയ അളവിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിമിഷം പോലും ഭയപ്പെടാൻ തുടങ്ങും. എന്തിനാണ് ഫിയർ? ഭയം എന്ന് പറയുന്ന ഇമോഷൻ എന്തിനാന്ന് അറിയാമോ? നമ്മൾ എന്തിനാണ് ഒരാളെ ഭയപ്പെടുത്തുന്നത്? കൺട്രോളിലാക്കാൻ, അനുസരിപ്പിക്കാൻ. നിങ്ങൾക്ക് ഒരാളെ അനുസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയിൽ ഭയം ജനറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള. ഇത് തന്നെയാണ് സോളുകൾ നമ്മളോട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ഭയപ്പെടുത്തും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒപ്പം നിൽക്കും. നിങ്ങൾ സ്പിരിച്വൽ ആണോ, സ്പിരിച്വാലിറ്റി ഒപ്പം നിൽക്കും. അത് കഴിഞ്ഞ് നിങ്ങളെ പതുക്കെ അതിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് പതുക്കെ നിങ്ങളോട് പറയും, നീ ഒരു കാര്യം ചെയ്യുന്നത്, നിനക്കൊരു കാറ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം, നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയും. അപ്പം നമ്മൾ ഇതും കേട്ടിട്ട് നമ്മൾ പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആക്ച്വലി കാറ് വാങ്ങാനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല, ഇതിനുള്ള യോഗ്യത നമുക്കില്ല, അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ പറയും, കണ്ടോ കിട്ടിയില്ലല്ലോ, ഇനി ദൈവമുണ്ടോ? ഇല്ലല്ലോ. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, നിനക്ക് വേറെ പണിയുണ്ടായി, ഇതൊക്കെ വെറുതെയാടാ, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും വെറുതെ ഒന്നുമില്ല, ഇങ്ങനെ സാധനമൊന്നുമില്ല. നിന്റെ ആഗ്രഹത്തിന് നീ ഇത്ര നാളെ എന്തൊക്കെ ആഗ്രഹിച്ചു, നിനക്കൊന്നും തന്നില്ലല്ലോ. ഇത്ര നാളെ എന്തൊക്കെ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ ചിന്തിക്കണം, ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിച്ചിട്ടില്ല. അപ്പം ഈ പരിശ്രമിക്കാത്ത കാര്യം കിട്ടണം എന്നാണ് ഈ പറയുന്ന കൂടെ നിൽക്കുന്ന സോള് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കിട്ടിയില്ലല്ലോ, നീ ഇതൊക്കെ വിട്ട് കളയാൻ പറയും. പിന്നെ ഇത് തിരിഞ്ഞ് നിന്ന് തെറി കൊടുക്കും ദൈവങ്ങളെ. ഒന്നെങ്കിൽ ദൈവങ്ങളെ തെറി പറയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം കാണുമ്പോൾ സെക്ഷുവാലിറ്റി അനുഭവപ്പെടാൻ തുടങ്ങും. അതായത് ലൈംഗികമായ താല്പര്യങ്ങൾ വരാൻ തുടങ്ങും ഇത്തരത്തിലുള്ള മനുഷ്യർക്ക്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് അവരോട് മാത്രമല്ല, വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും സെക്ഷൽ എനർജി ഭയങ്കരമായിട്ട് ഹൈ ആവും. എന്നിട്ട് ഈ ആളുകളെ സെക്ഷൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. സെക്ഷൽ എനർജിയിലോട്ട് പൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇമോഷൻസ്, എമ്പതി തുടങ്ങിയുള്ള പല ഇമോഷൻസ് നമുക്ക് കട്ടാക്കി കളയും. എന്നിട്ട് ഇതിനെ അങ്ങ് കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി അവസാനം എല്ലാം തകർന്ന് തരിപ്പടമായി നീ പോയി മരിക്കണം എന്ന് പറയും. ഇതാണ് ഈ സോൾ പ്രസൻസിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ. ഇത് നമ്മുടെ വിചാരം ഇത് നമ്മളാണെന്ന് അല്ല. നിങ്ങളിലോട്ട് നിരന്തരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അച്ഛനമ്മയൊക്കെ നന്നായിരുന്നെങ്കിൽ, അവരെന്നെ സ്നേഹിച്ചിരുന്നെങ്കിലൊക്കെ തോന്നും. അതിനെ പറ്റിയിട്ടല്ല. നിരന്തരം എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. കൂടോത്രമാണോ, ബ്ലാക്ക് മാജിക് ആണോ, ആത്മാക്കളുടെ സാന്നിധ്യമാണോ, ഇതെല്ലാം 1, 2, 3 വട്ടം കാണുന്നതല്ല. 1 വട്ടം നിഴൽ കാണുന്നതോ 2 വട്ടം നിഴൽ കാണുന്നതോ എല്ലാം നിങ്ങൾ ഹാലൂസിനേഷനായിട്ടോ തോന്നലായിട്ട് എടുത്തോളണം. പക്ഷേ അതിൽ നിന്ന് നിരന്തരമായി വർഷങ്ങളായിട്ട് നിങ്ങൾ ലൂപ്പിലാണോ, നിങ്ങളൊരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള എനർജികൾ വന്ന് സെക്ഷൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. പലപ്പോഴും ഇതിന് നമുക്ക് വേണമെങ്കിൽ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്ഷൽ പൊസഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ കൂടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഗന്ധർവൻ കൂടെ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗന്ധർവൻ വരുന്നു, എന്നിട്ട് ആ തറവാട്ടിലെ പെൺകുട്ടിയുമായിട്ട് ശയിക്കുന്നു, എന്നിട്ട് പോകുന്നു. ഇതാണ് ആ കൺസെപ്റ്റ്. ഇത് ശരിക്കും ഗന്ധർവനല്ല. ഇതാണ് നെഗറ്റീവ് സോൾ പ്രസൻസ് ആണ്. ഇങ്ങനെ നെഗറ്റീവ് സോളുകൾ സെക്ഷുവലി ഉപയോഗിക്കും സ്ത്രീകളെ.
പുരുഷന്മാരെ ഉപയോഗിക്കും. ഇത് കൃത്യസമയത്ത് വരും, കൃത്യസമയത്ത് ശരീരത്തിലൂടെ എനർജി പാസ്സാവും, നമ്മുടെ കൈയും കാലും എല്ലാം ബന്ധിക്കപ്പെടും, സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഒരു 3-4 മണിക്കൂർ നിരന്തരം ചെയ്തിട്ട് ഇറങ്ങിപ്പോകും. ഞാൻ ഏകദേശം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കേരളത്തിൽ, ഇത്തരത്തിലുള്ള കേസുകൾ മാത്രം. ചെറിയ പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമായ ആളുകളുടെ വരെ, പലപ്പോഴും പല ആളുകളും കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം വരെ ഇതാണ്. ഇത് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, തറവാട്ടിലോ വീട്ടിലോ ഒരു ബാധാദോഷമുണ്ട്. ഈ ബാധാദോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ശാപമാണ് ഇവർ അനുഭവിക്കുന്നത്. സെക്ഷുവലി റേപ്പ് ചെയ്ത പെൺകുട്ടികളെ ബ്ലഡ് വരെ വരുന്ന അവസ്ഥയുണ്ട്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രത്തോളം സെക്ഷുവലി ഉപയോഗിച്ച്. അപ്പം നമ്മൾ ഡ്രീമിംഗ് ആണ്. ഡ്രീമിംഗ് അല്ല, നീ കണ്ണ് തുറന്ന് കിടന്ന് അനുഭവിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നത്. ചില കാര്യങ്ങൾ ഉപദ്രവിച്ച് കളയും, ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവം കിട്ടും. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യർക്ക്, ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോഴെല്ലാം ഇതെന്തോ ഒരു വേറൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ, ഇതൊന്നും സത്യമല്ല എന്നല്ല പറയുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതൊരു കഥ കേൾക്കുന്ന പോലെ കേട്ടാൽ മതി. പക്ഷേ ഇത് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ കൂടോത്രവും ബ്ലാക്ക് മാജിക്കും ഇത്തരത്തിലുള്ള അവസ്ഥകളും വീട്ടിൽ തമ്മിത്തലും ഒരു ഭാര്യനും ഭർത്താവിനും തമ്മിൽ അകറ്റണം. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. രണ്ടുപേരുടെ ഇടയിലോട്ടും ഒരാളുടെ എനർജി ഒന്ന് ഹീറ്റ് ചെയ്യിച്ചാൽ മതി. ഒരാളുടെ ശരീരത്തിലെ ഹീറ്റിനെ ഉണർത്തിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, ആ പെൺകുട്ടീനെ ഇവർ തമ്മിലൊന്ന് അകറ്റണം. എന്ത് ചെയ്യണം? പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ ഹീറ്റ് എനർജി കൊടുത്തു. ഹീറ്റ് എനർജി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? BP കൂടും, ദേഷ്യം വരും, അഗ്രസീവ് ആവും, ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും, മാനേജ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും പിണക്കവും വഴക്കായിരിക്കും. പോരെ ഒരാൾ അകറ്റാൻ? ഇതിനും വലിയ കൂടത്രം ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഹീറ്റ് എനർജി കൂട്ടുക, മാനിപ്പുലേഷൻ കൂട്ടുക, അതല്ലെങ്കിൽ ഇടയിലൊരു ഒരു നെഗറ്റീവായ ഒരു എനർജി ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കുക. രണ്ടുപേരും രണ്ട് വഴിക്കൂ. അപ്പോൾ കൂടോത്രം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അതീന്ദ്രിയമായ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും പറയാതെ ഇതെല്ലാം എനർജി ബേസിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം സത്യമാണ്. ആത്മാക്കളുടെ സാന്നിധ്യം, നെഗറ്റീവായ എനർജികളുടെ സാന്നിധ്യം. ഈ ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഉപദ്രവിക്കുന്ന, സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന, ദ്രോഹിക്കുന്ന, സഹായം പോലെ. അതായത് ഒരു വ്യക്തിനെ, ആ വ്യക്തി പറയും എൻ്റെ കൂടെ എൻ്റെ അമ്മൂമ്മയുണ്ട്, എൻ്റെ അമ്മൂമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ഇല്ല, 100 കാര്യങ്ങളിൽ 60% കാര്യങ്ങൾ നിങ്ങളെ തടയുന്നു, ബാക്കി 40% കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള പ്രതീതി വരുത്തും. അപ്പം എന്ത് പറ്റും? നിങ്ങൾ വിശ്വസിക്കും. പലപ്പോഴും നമ്മൾ പല വീട്ടിലും ചെന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് കേട്ടോ, ഇത് നിങ്ങളുടെ പൂർവികരായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും കളയണ്ട, അതൊക്കെ പഠിക്കുന്നു കേട്ടോ, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇവർ പറയുന്ന കാര്യങ്ങൾ ഫലിക്കുന്നു. ഇവരിങ്ങനെ ഇരുന്നിട്ട് പറയാം, ഇങ്ങനൊരു അപകടം സംഭവിക്കും. അപ്പം ഇവരിലോട്ട്, ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരിലോട്ട് ഒരു അറ്റൻഷൻ പോവുക. ഒരു ആത്മാവിൻ്റെ സാന്നിധ്യങ്ങളും ഈ നെഗറ്റീവായ കാര്യങ്ങളും ആസ്വദിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഇതിനിടയിൽ. അപ്പം ഇതെല്ലാം സത്യമാണ്. ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രം ഇതെടുത്താൽ മതി. അതല്ലാതെ, പക്ഷേ വീണ്ടും എടുത്തു പറയുന്നു, ഇതെല്ലാം സൈക്കോളജിക്കൽ കണ്ടീഷനും ആവാം, സ്പിരിച്വൽ കണ്ടീഷനും ആവാം. സൈക്കോളജിക്കൽ കണ്ടീഷനാണോ സ്പിരിച്വൽ കണ്ടീഷനാണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ സൈക്കോളജിക്കൽ പ്രോസസ്സ് എടുക്കാവൂ, സ്പിരിച്വൽ പ്രോസസ്സ് എടുക്കാവൂ. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടരുത്. ആദ്യം സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ഒരു മെഡിറ്റേഷൻ ഒരു പ്രോസസ്സ് എടുത്തതിന് ശേഷം കുറച്ച് നാൾ ഇരുന്ന് 2-3 മാസം ഇരുന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുക. നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ പ്രോബ്ലം ശരിയാണെന്ന് രണ്ടാമത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് സമയമെടുത്ത് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിന് വേണ്ട സൊല്യൂഷൻ കാണുക. അല്ലാതെ ചാടി കയറി എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യൂട്യൂബ് നോക്കി യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ ഇവിടെ പോയി ചാടാതെ സമയമെടുത്ത് ആലോചിച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ഈ സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുടുംബം വരെ വിൽക്കേണ്ടി വരും. ഇപ്പുറത്താണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം. താങ്ക് യു ജി, താങ്ക് യു സോ മച്ച്. ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഒരു വലിയൊരു തിൻ ലൈനാണിത്, വിശ്വാസത്തിൻ്റെയും വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളത്. അപ്പം എന്താണ് എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവുന്നവരെ ഇതൊരു കേട്ടുകേൾവിയാണ്. അതിപ്പം ഒരു ന്യൂസ് ആണെങ്കിൽ പോലും, പത്രത്തിൽ വരുന്ന ഒരു ന്യൂസ് ആണെങ്കിൽ നമുക്കുണ്ടാകുന്നവരെ അതൊരു ന്യൂസാണ്. നമുക്കുണ്ടാകുമ്പോഴേ അതൊരു എക്സ്പീരിയൻസ് ആവുള്ളൂ, നമ്മളത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.